പത്താം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്കേവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹിന്ദി അധ്യാപകൻ ജയകുമാർ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ജിസ് ഗലി മേം മൈ രഹ്താഹും എന്ന് പറയുന്ന മിർസ ഗാലിബ് എഴുതിയ ഡയറിയുടെ ഭാഗങ്ങളായിരുന്നു. അതിൽ ഡൽഹിയിലെ കലാപവും അതിനെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതും ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ നരനായാട്ടും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. വെള്ളത്തിന് ബുദ്ധി പോലും ബുദ്ധിമുട്ടുണ്ടായ ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ കണ്ടു. നമുക്കിന്ന് അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കാം. एक दिन बरसात हुई, खूब पानी बरसा. हमने एक चादर बांध ली और एक मटका उसके नीचे रख दिया. वह पानी ही उस वक्त हमारे लिए सबसे बड़ी दौलत थी. അപ്പോൾ നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം കണ്ടത് അവരെന്ത് ചെയ്തു, വെടിമരുന്ന് കലർന്ന വെള്ളം ഗതികേട് കൊണ്ട് കുടിക്കേണ്ടി വന്നു അവർക്കല്ലേ. അത്ര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം കിട്ടാതിരുന്ന അവസ്ഥയിൽ അറിഞ്ഞുകൊണ്ട് തന്നെ, ഞങ്ങൾ ഇത് കുടിച്ചാൽ മരിച്ചു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ആ വെള്ളം കുടിച്ചു നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇരിക്കവേ ഏക് ദിൻ വൺ ഡേ, ഒരു ദിവസം, ബർസാത്ത് ഹുയി. ബർസാത്ത് അർത്ഥം അറിയാമല്ലോ, ബർസാത്ത്, ബാരിഷ്, വർഷ എന്നൊക്കെ പറയുന്നത് മഴയ്ക്ക് പകരമുള്ള വാക്കാണ്. മഴ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ദിവസം മഴ പെയ്തു. ബർസാത്ത് ഹുയി മീൻസ് മഴ പെയ്തു. ഖൂബ് പാനി ബർസ, മഴ പെയ്തപ്പോൾ നല്ലവണ്ണം മഴ പെയ്തു. ഖൂബ് മീൻസ് നല്ലവണ്ണം. പാനി ബർസ, ബർസിനാണ് പെയ്യുക. വെള്ളം പെയ്തു എന്ന് പറഞ്ഞാൽ മഴ പെയ്തു. നല്ലവണ്ണം മഴ പെയ്യുന്നത് ശക്തമായ മഴയായിരുന്നു. ഹംനെയൊക്കെ ചാദർ ബാന്തിലി, ഉടനെ ഞങ്ങളെന്ത് ചെയ്തു, ഏക്ക് ചാദർ, ചാദർ എന്ന് പറഞ്ഞാൽ വിരിപ്പ് എന്നർത്ഥം. ഒരു വിരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടാർപ്പായൊക്കെ വലിച്ച് കിട്ടുന്നത് പോലെ, അന്ന് അങ്ങനെയുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഒരു വിരിപ്പെടുത്ത് എന്ത് ചെയ്തു, ബാന്തിന മീൻസ് കെട്ടുക, ബാന്തിലി കെട്ടി. ഞങ്ങളൊരു വിരിപ്പെടുത്ത് എന്ത് ചെയ്തു, ഈ വീടിൻ്റെ ഇറയത്ത് ഇങ്ങനെ കെട്ടി. കാരണം വെള്ളം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മുഴുവൻ വെള്ളവും പോകും, അവർക്ക് എടുത്ത് ശേഖരിച്ച് വയ്ക്കാൻ കഴിയില്ല. ഇതാകുമ്പോൾ വെള്ളം എന്ത് ചെയ്യും, ശേഖരിച്ച് വയ്ക്കാൻ കഴിയും. മാത്രമല്ല വീടിൻ്റെ പുറത്തോട്ട് അവർക്ക് ഇറങ്ങേണ്ട ആവശ്യവുമില്ല. ഇതെന്ത് ചെയ്യും, പിന്നെ ഇതിൽ നിന്നുള്ള ഒരു ഓവ് പോലെ അല്ലെങ്കിൽ ഒരു അറ്റത്തുകൂടി വരുന്ന വെള്ളം ഏതെങ്കിലും അടിയിലൊരു പാത്രം വെച്ച് ശേഖരിക്കാൻ പറ്റും. ഇവരങ്ങനെയാണ് ചെയ്തത്. അവരെയൊക്കെ മഡ്ക എന്ന് പറഞ്ഞാൽ കലം. ഒരു കലം എന്ത് ചെയ്തു, ഉസ്കെ നീച്ചെ താഴെ, അതിൻ്റെ താഴെ രഗതിയ കൊണ്ടുവച്ചു. അപ്പോൾ ഒരു വിരിപ്പ് വലിച്ച് കെട്ടിയിട്ട് അതിൻ്റെ താഴെ ഞങ്ങളൊരു കലം കൊണ്ട്, ഒരു വലിയ കലം കൊണ്ട് വച്ചു. അപ്പോൾ അത് വെള്ളം നിറയുമ്പോൾ അടുത്ത് മാറ്റി വെച്ച് അങ്ങനെ എന്ത് ചെയ്തു, ആവശ്യത്തിനുള്ള വെള്ളം ശേഖരിച്ച് വയ്ക്കാൻ പറ്റും. കാരണം വെള്ളം ഒട്ടും തന്നെ ഇല്ലാതിരുന്ന ഒരവസ്ഥയിലാണ് ഈ മഴ നല്ലവണ്ണം പെയ്യുന്നത്. വപാനി ഹി, ആ വെള്ളം തന്നെ, ഉസ് വക്ത് എന്ന് പറഞ്ഞാൽ സമയം, നേരം, കാലം എന്നൊക്കെ അർത്ഥം. ഇവിടുത്തെ ആ സമയത്ത് അല്ലെങ്കിൽ ആ നേരത്ത്, ഹമാരേ ലിയെ ഞങ്ങൾക്ക് വേണ്ടി എന്നാണ് അർത്ഥം. ഇവിടുത്തെ അർത്ഥം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സബ്സേ ബഡി, ഏറ്റവും, ബഡി വലിയ, ഏറ്റവും വലിയ, ദൗലത്ത് മീൻസ് സമ്പത്ത്. അത് ഏറ്റവും വലിയൊരു സമ്പത്തായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സമ്പാദ്യമായിരുന്നു ഞങ്ങൾക്കത്. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ വിഷം കലർന്ന വെള്ളം കുടിച്ച ഞങ്ങൾക്ക് ആ സമയത്ത് മഴയിലൂടെ ലഭിച്ച ആ വെള്ളം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്തായിരുന്നു. ഇനി നോക്കും, അസലി മുസീബത്ത് 5 अक्टूबर 1857 को आई जब कुछ അംഗ്രേസ് മേരെ ഘർ മേ ഘുസായി. ഇനി ഇതൊക്കെ ഞങ്ങൾ സഹിച്ചതാണെങ്കിലും യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം ഉണ്ടായത് 1857 ഒക്ടോബർ 5 അസലി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള, മുസീബത്ത് എന്ന് പറഞ്ഞാൽ പ്രയാസം. ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ മുസീബത്തായല്ല എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായല്ലോ എന്നർത്ഥം. അപ്പോൾ യഥാർത്ഥ പ്രശ്നം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പ്രയാസം ഉണ്ടാക്കിയ സംഭവം നടന്നത് 1857 ഒക്ടോബർ 5 എന്താണെന്ന് സംഭവിച്ചത്, ജബ് കുച്ച് അംഗ്രേസ് മേരെ ഘർ മേ ഘുസായി. എങ്ങനെയോ ഞങ്ങൾ രഹസ്യമായിട്ടാണ് താമസിച്ചത്, പക്ഷേ എങ്ങനെയോ അവരെ മണത്തറിഞ്ഞ് കുറച്ച് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ജബ് എപ്പോഴാണോ, കുച്ച് അംഗ്രേസ് മീൻസ് ബ്രിട്ടീഷ് പീപ്പിൾ, ബ്രിട്ടീഷുകാരായ ആളുകൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, മേരെ ഘർ മേ എൻ്റെ വീട്ടിൽ,
ഗുസായെ കടന്നു വന്നു. ഗുസ്ന മീൻസ് കടക്കുക, കടന്നു വന്നു. उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों को के साथ ही कुछ പടോസിയോं को भी गिरफ्तार कर दिया. അവർ വന്ന ഉടനെ എന്ത് ചെയ്തു, എന്നെ കണ്ടു, എന്നെ പിടിച്ചു. ഒപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ 2 ആൺമക്കളുണ്ട്, പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് വേലക്കാരുമുണ്ട്. ഇവരെ എല്ലാവരെയും പിടിച്ചു. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് എന്ത് ചെയ്യുന്നു, തൊട്ടപ്പുറത്തെ വീട്ടിൽ ആളനക്കമുണ്ട്, ആളുകൾ നിൽക്കുന്നുണ്ട്. അവരെയും എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ എന്തൊക്കെ ചെയ്തു, ഉന്നോനെ മീൻസ് അവർ. ഉന്നോനെ എങ്ങനെ പിടിച്ച് പറയാം, വേ പ്ലസ് നേ ആണ് ഉന്നോനെ. അവർ എന്ത് ചെയ്തു, മേരേ സാത്ത് മൈം പ്ലസ് കെ സാത്ത് ആണ്. കെ സാത്ത് മീൻസ് ഒപ്പം, കൂടെ. മേരേ സാത്ത് എന്നോടൊപ്പം അല്ലെങ്കിൽ എൻ്റെ കൂടെ. മേരെ ദോനോ ബച്ചോ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും, അദ്ദേഹത്തിന് 2 ആൺമക്കളാണ്, ആ 2 കുഞ്ഞുങ്ങളെയും. അവർ നൗക്കരോം കെ സാത്ത്, നൗക്കർ മീൻസ് വേലക്കാരൻ, അതിൻ്റെ ബഹുവചനവും നൗക്കറേനും. ഇവിടെ നൗക്കരോം കെ സാത്ത് വേലക്കാരോടൊപ്പം എൻ്റെ 2 ആൺമക്കളെയും ഒപ്പം വേലക്കാരോടും ഒപ്പം എന്ത് ചെയ്തു, കുച്ച് പടോസിയോങ്കോ. പടോസ് എന്ന് പറഞ്ഞാൽ അയൽപക്കം, പടോസി അയൽക്കാരൻ, പടോസിൻ അയൽക്കാരി. അപ്പോൾ പടോസിയോങ്കോ എന്ന് പറഞ്ഞാൽ അയൽക്കാരെ, കുറച്ച് അയൽക്കാരെയും ഭീ കൂടി എന്ത് ചെയ്തു, ഗിരഫ്താർ കർദിയ. ഗിരഫ്താർ കർണ അറസ്റ്റ് ചെയ്യുക. അവരെന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. അവരെ എന്ത് ചെയ്തു, വിലങ്ങ് വെച്ചു. അപ്പോൾ മിർസ ഗാലിബിനെയും അദ്ദേഹത്തിൻ്റെ 2 ആൺകുഞ്ഞുങ്ങളെയും അദ്ദേഹത്തിൻ്റെ വേലക്കാരെയും പിന്നെ അയൽപക്കത്തുള്ള ആളുകളെയും ഇവരെന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വഹാസെ കുച്ച് ദൂരി പർ കേണൽ ബ്രൗൺ നാമക് ഏക് അംഗ്രേസ് അഫ്സർ ഥ. സാധാരണഗതിയിൽ കാണുന്ന മാത്രയിൽ വെടിവെച്ച് കൊല്ലുകയോ തീ വെച്ച് കൊല്ലുകയൊക്കെ ചെയ്യുന്ന പതിവാണ്. പക്ഷേ ഇതെങ്ങനെയാണ് അറിഞ്ഞിട്ട് വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് ചെല്ലാൻ ഒരു ഓഫീസർ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഹാജരാക്കിയിട്ട് അദ്ദേഹമാണ് ശിക്ഷ വിധിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വഹാസെ അവിടെ നിന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുച്ച് ദൂരി പർ കുറച്ച് ദൂരെയുള്ള കേണൽ ബ്രൗൺ നാമക്. കേണൽ ബ്രൗൺ, അദ്ദേഹത്തിൻ്റെ കളറല്ല ബ്രൗൺ, പേരും ബ്രൗൺ എന്ന് തന്നെ. ബ്രൗൺ എന്ന് പേരുള്ള ഒരു അംഗ്രേസ് അഫ്സർ. അംഗ്രേസ് മീൻസ് ബ്രിട്ടീഷ്, അഫ്സർ മീൻസ് ഓഫീസർ. ഒരു ബ്രിട്ടീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. गिरफ्तार किए गए लोग एक एक कर उसके सामने पेश किए जी रहे थे. അങ്ങനെ ഞങ്ങളെ മാത്രമല്ല എന്ത് ചെയ്തു, ഒരുപാട് പേരെ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വരിയായി നിൽക്കുകയാണ്. ഓരോരുത്തരെയായിട്ട് എന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷ് പട്ടാള പിടിച്ചുകൊണ്ടുപോയ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളക്കാർ കേണൽ ബ്രൗൺ അകത്തിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടു നിർത്തും. എന്നിട്ട് പറയും, സാർ ഇവൻ ഇന്ന സ്ഥലത്ത് ഒളിച്ച് താമസിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് താമസിച്ചിരുന്നവരാണ് എന്ന് പറയുന്നു. ഉടനെ ബ്രൗൺ അവർക്കുള്ള ശിക്ഷ വിധിക്കും. അപ്പോൾ അവനെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയാണ്. അതുപോലെ ഇവിടെ നമ്മുടെ മിർസ ഗാലിബിനെയും എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കൾ, പിന്നെ വേലക്കാർ, പിന്നെ അയൽക്കാർ, ഇവരെല്ലാം വരിയായി നിൽപ്പുണ്ട്. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മിർസ ഗാലിബാണ്. അപ്പോൾ എന്ത് ചെയ്തു, നേരെ എന്ത് ചെയ്തു, ഗിരഫ്താർ കിയ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു. ഗിരഫ്താർ കിയെ ഗയെ അറസ്റ്റ് ചെയ്യപ്പെട്ട ലോക് എന്ത് ചെയ്യുന്നു, ആളുകൾ ഏക് ഏക്കർ ഓരോരുത്തരെയായി ഉസ്കെ സാമിനെ മുന്നിൽ, ഉസ്കെ സാമിനെ അവൻ്റെ മുന്നിൽ, അതായത് കേണൽ ബ്രൗണിൻ്റെ മുന്നിൽ എന്ത് ചെയ്തു, പേഷ് കർണ അവതരിപ്പിക്കുക എന്നർത്ഥമുണ്ട്. ഇവിടുത്തെ അർത്ഥം ഹാജരാക്കുക, ഹാസിർ കർണ എന്നർത്ഥം. ഹാജരാക്കി, ഓരോരുത്തരെയായിട്ട് പിടിച്ചുകൊണ്ടുവന്ന ഓരോരുത്തരെയായിട്ട് ഈ കേണൽ ബ്രൗണിൻ്റെ മുന്നിൽ ഹാജരാക്കി. ബ്രൗൺ കാ ചേഹര സുർഖ്ദ. ഇനി ബ്രൗണിനെ ഒന്ന് പരിചയപ്പെടാം. ബ്രിട്ടീഷുകാരാണ്, നല്ല വെളുവിളായിരിക്കും, മാത്രമല്ല നല്ല ചുവന്ന മുഖമായിരിക്കും. അതുപോലെ ബ്രൗണിൻ്റെ മുഖം അങ്ങനെ. ബ്രൗൺ കാ ചേഹര മീൻസ് ഫേസ്, മുഖം. ബ്രൗണിൻ്റെ മുഖം സുർക്ക് മീൻസ് റെഡ്, ചുവപ്പ് നിറമായിരുന്നു. ആങ്കേം ഭി ലാൽ ഇനി അദ്ദേഹത്തിൻ്റെ കണ്ണുകളും കൂടി എന്ത് ചെയ്തു, ലാൽ മീൻസ് ചുവപ്പ്. ചുവപ്പായിരുന്നു എന്നല്ല, ബൗത്ത് ലാൽ, നല്ല ചുവപ്പായിരുന്നു. എൻ്റെ കണ്ണുകൾ നല്ല ചുവപ്പായിരുന്നു. കാരണം ഈ മദ്യപിക്കുന്ന ആളുകളുടെ കണ്ണാണ് ഭയങ്കരമായിട്ട് ചുവന്ന് കിടക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ എന്തെങ്കിലും കലങ്ങുകയൊക്കെ ചെയ്യുമ്പോഴാണ് കണ്ണിന്. ഇത് ബ്രിട്ടീഷുകാരുടെ ഇയാളുടെ കണ്ണുകൾ എന്ത് ചെയ്യുന്നു, നല്ല ചുവന്ന കണ്ണുകളായിരുന്നു. ഉസ്കി ഊഞ്ചായി ചക് ഫുഡ് സേഫി സ്യാദാദി. ഇനി അദ്ദേഹത്തിൻ്റെ ഊഞ്ചായി മീൻസ് ഹൈറ്റ്, പൊക്കം. അദ്ദേഹത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് ചക് ഫുട്ട് 6 അടി. സാധാരണ ഒരു മനുഷ്യൻ്റെ നല്ല പൊക്കമാണ് 6 അടി. അപ്പോൾ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ 6 അടി 8 ഇഞ്ച് പൊക്കം എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർ 6 അടി പൊക്കം, നല്ല പൊക്കമുള്ള ആൾ. അപ്പോൾ
അദ്ദേഹത്തിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 6 അടിയിലും ജ്യാദാതി കൂടുതലായിരുന്നു. 6 അടിയിലും കൂടുതൽ പോകുന്ന നല്ല പൊക്കമുള്ള മനുഷ്യനായിരുന്നു. ഉസ്നെ മുജ്സെ പൂച്ച. അപ്പോൾ എന്നെയാണ് ആദ്യം എന്ത് ചെയ്തത്, അറസ്റ്റ് ചെയ്ത് പോയതിൽ എന്നെയാണ് ആദ്യം ബ്രൗണിൻ്റെ മുന്നിൽ ഹാജരാക്കിയത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഉസ്നെ അദ്ദേഹം എന്ത് ചെയ്തു, അവൻ മുച്ചസെ മൈം പ്ലസ് സേ ആണ് മുച്ചസെ, എന്നോട് പൂച്ച ചോദിച്ചു. ക്യാ കർത്തേ ഹൈ, അദ്ദേഹം ചോദിച്ചു എന്നോട്, താങ്കൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ചോദിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ മലയാളവും ഹിന്ദിയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും ബ്രൗൺ ചോദിച്ചത്, ക്യാ കർത്തേ ഹായ്, താങ്കൾ എന്തു ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചു, താങ്കൾ എന്ത് ചെയ്യുന്നു. മൈനെ കഹ, ഞാൻ പറഞ്ഞു, ഉറുദു മീം കവിത ലിഖ്താഹും, എന്താണ് താങ്കൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സർ ഞാൻ ഉറുദുവിൽ കവിത എഴുതുന്ന ഒരാളാണ്. ഉറുദു മേ കവിത ലിഖ്താഹും, ഉറുദു എന്ന് പറയുന്നത് ഈ നമ്മുടെ ഹിന്ദിയുടെ ഒരു വകഭേദം തന്നെ. പക്ഷേ അറബ് എഴുതുന്നത് പോലെയാണ് എഴുതുന്നത്, പക്ഷെ വായിക്കുന്നത് ഹിന്ദിയുടെ ഛായയിലാണ് വായിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഉറുദുവിൽ കവിത എഴുതുന്നു പറഞ്ഞു. ഉടനെ അദ്ദേഹം ചോദിച്ചു, തും പോയറ്റ് ഹോ. ഉസ്നെ കഹ, ഓ നിങ്ങൾ പോയറ്റാണോ, നിങ്ങൾ കവിയാണോ. പോയറ്റ് മീൻസ് ഇംഗ്ലീഷ് വാക്കാണ് കവി. നിങ്ങൾ കവിയാണോ. ഉസ്നെ കഹ, അദ്ദേഹം ചോദിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, മൈനെ സിർ ഹിലാക്കർ ഹാമി പരി ഹാ. ഞാൻ ഉടനെ എന്ത് ചെയ്തു, സിർ ഹിലാക്കർ, സിർ എന്നാൽ തല, ഹിലാന ആട്ടുക, സിർ ഹിലാന തലയാട്ടുക. ഞാൻ തലയാട്ടിക്കൊണ്ട് ഹാമി ഭരി, ഹാമി പറഞ്ഞാൽ സമ്മതിക്കുക, ഞാൻ തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. ഞാൻ തലകുലിക്ക് സമ്മതിച്ചു, അതെ. എന്നിട്ട് പറയുകയും ചെയ്തു, അതെ ഞാൻ ഉറുദുവിൽ കവിത എഴുതുന്ന കവിയാണെന്ന് സമ്മതിച്ചു. മേരെ ജവാബ് സെ ബ്രൗൺ കോ ഖുഷി ഹുയി. അപ്പോൾ എന്തായാലും സത്യം തന്നെയാണ് പറഞ്ഞത്, കള്ളമൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം കവിത എഴുതുന്ന ആൾ തന്നെയാണ്. പക്ഷേ എന്ത് ഭാഗ്യം കൊണ്ടോ എന്താണെന്നറിയില്ല, ഇത് കേട്ടതും ബ്രൗണിന് ഭയങ്കരമായ സന്തോഷമുണ്ടായി. കാരണം കവികളെയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ബ്രൗൺ. അതുകൊണ്ട് മേരെ ജവാബ് സെ, മേരെ മൈം പ്ലസ് കെ ആണ് മേരെ, എൻ്റെ. ജവാബ് മീൻസ് ഉത്തരം, ആൻസർ. അപ്പോൾ എൻ്റെ ഉത്തരം കൊണ്ട് ബ്രൗൺ ഖുഷി ഹുയി, ഖുഷ് എന്ന സന്തോഷം, ഖുഷി ഹുയി സന്തോഷവാനായി. ബ്രൗൺ ഇത് കേട്ടോടനെ ഭയങ്കര സന്തോഷമായി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷമുണ്ടായി. ഉസ്നെ അപ്പിനെ സിപ്പായിയോങ്കോ ഹുക്മദിയ, ഉടനെ എന്നെ എന്ത് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ച് എന്നെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യും, കൊണ്ടുപോകും എന്ന്. അടുത്ത ശിക്ഷ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് നമുക്ക് പിന്നാലെ കാണുന്നുണ്ട്. അപ്പോൾ അപ്പോഴും നമുക്ക് നോക്കാം. അപ്പോൾ ശിക്ഷയ്ക്ക് ഏർപ്പാട് ചെയ്യുമെന്നാണ് കരുതിയത്. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്തു, അപ്പിനെ സിപ്പായിയോങ്കോ, സിപ്പായി എന്ന് പറഞ്ഞാൽ പടയാളി അല്ലെങ്കിൽ പോലീസുകാർ അല്ലെങ്കിൽ പട്ടാളക്കാർ എന്നൊക്കെ അർത്ഥം. തൻ്റെ പടയാളികൾക്ക് ഹുക്മദിയ, ഹുക്മ പറഞ്ഞാൽ ടു ഓർഡർ, ആജ്ഞാപിച്ചു, അവരോട് ആജ്ഞാപിച്ചു. ഇൻകോ ഇസ്സത് കെ സാത്ത് വാപ്പസ് ചോടാവൂ. ആരെവിടെ എന്നാണ് സാധാരണ നമ്മുടെ മഹാരാജാക്കന്മാർക്ക്, ഇത് ഇവിടെ അങ്ങനെയല്ല. എന്ത് ചെയ്തു, അദ്ദേഹം ഓർഡർ കൊടുത്തു, ഭടന്മാരെ വിളിച്ചു, കം ഹിയർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇൻകോ ഇദ്ദേഹത്തെ. ഇൻകോ എങ്ങനെ വിളിച്ചു പറയും, എ പ്ലസ് കോയാണ് ഇൻകോ, അല്ലെങ്കിൽ ഇന്നേം എന്നും പറയും. ഇൻകോ ഇസ്സത് കെ സാത്ത്, ഇസ്സത് മീൻസ് ആദരവ്, റെസ്പെക്റ്റ്. ഇദ്ദേഹത്തെ വളരെയധികം ആദരവോടുകൂടി ഘർ വാപ്പസ് ചോടാവൂ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവിട്ടേക്കു. വാപ്പസ് ചോടന വീണ്ടും തിരികെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നത് അവിടേക്ക് ആദരവോടുകൂടി, വെറുതെ അയച്ചാൽ പോരാ, നമ്മുടെ വാഹനത്തിൽ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി തിരിച്ചു വിട്ടു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പോയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ബഹുമാനം തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ച് ആദരവോടുകൂടി വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞത്. मैंने कर्नल ब्राउन से निवेदन किया कि मेरे साथ गिरफ्तार किए गए पड़ोसी बेगस सीधे साधे लोग हैं, उन्हें भी रिहा कर दिया जाए. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, കാരണം എൻ്റെ മക്കളുണ്ട്, എൻ്റെ വേലക്കാരുണ്ട്, എൻ്റെ അയൽവക്കക്കാരുണ്ട്, അവരെല്ലാം ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നും ബ്രൗൺ, അല്ലെങ്കിൽ തന്നെ കവി എന്ന് കേട്ട ഉടനെ തന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ പറയില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാം എന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, ഞാൻ കേണൽ ബ്രൗണിനോട് നിവേദൻ കർണ അപേക്ഷിക്കുക, നിവേദനം നൽകി എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ചു. ഞാൻ അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിക്കുക എന്തെന്നാൽ, മേരെ സാത്ത് മൈം പ്ലസ് കെ സാത്താണ് മേരെ സാത്ത്, എന്നോടൊപ്പം, എൻ്റെ കൂടെ ഗിരഫ്താർ കിയേ ഗയെ, അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പടോസി അയൽക്കാർ. അപ്പോൾ അയൽക്കാർ എന്ത് ചെയ്തു, ബേഹദ് പറഞ്ഞാൽ അത്യധികം, അങ്ങേയറ്റം, വെരി ഗുഡ് എന്നൊക്കെ അർത്ഥം, വളരെ നല്ലത് എന്നൊക്കെ അർത്ഥം, ഉത്തമം എന്നൊക്കെ അർത്ഥം. ബേഹദ് അത്യധികം, വളരെയധികം. സീതേ സാധേ നിഷ്കളങ്കരായ,
ഇന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന എന്നോടൊപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന എൻ്റെ അയൽക്കാരും എല്ലാം വളരെ നിഷ്കളങ്കരാണ് സാർ. അതുകൊണ്ട് ഉന്നയും ഭി, ഉന്നയും വേ പ്ലസ് കോയാണ് ഉൻകോ അല്ലെങ്കിൽ ഉന്നയും, അവരെയും ഭി കൂടി, അവരെയും കൂടി റിഹാ കർ ദിയ ജായേ, റിഹാ കർണ മോചിപ്പിക്കുക, അവരെ കൂടി മോചിപ്പിക്കണം, അവരെ കൂടി എന്നോടൊപ്പം വിട്ടയക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. ഏ ലോഗ് ഭി കവിത കർത്തേ ഹൈ മൈനെ കഹ. എന്ത് ചെയ്തു? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംശയം, ഇദ്ദേഹം കവികളെ ബഹുമാനിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറഞ്ഞു. ഈ ആളുകളും കവിത കർത്തയും സാർ, ഇവരും കവിത എഴുതുന്നവരാണ് സാർ. ഈ നിൽക്കണം എൻ്റെ രണ്ട് ആൺമക്കളും കവിത എഴുതും, വേലക്കാരും കവിത എഴുതും. എന്ത് ചെയ്യുന്നു, എനിക്ക് അയൽക്കാരും എല്ലാം കവിതയോട് കവിത എഴുതുന്നവരാണ് സാർ എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും കവിത എഴുതുന്ന കവികളാണെന്ന് പറഞ്ഞു. കേണലിനെ ഉസ്കോ ഭി ഖർ ജാനെ കി ഇസാസത്ത് ദേ ദി. അദ്ദേഹം പറഞ്ഞു, ഓ സബ് പോയറ്റ്, ഓൾ പോയറ്റ്സ്, എല്ലാവരും പോയറ്റ്സാണ് അല്ലേ, വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് ഉൻകോ ഭി, അവരെയും കൂടി ഖർ ജാനേക്ക്, വീട്ടിൽ പോകാനുള്ള ഇസാസത്ത്. ഇസാസത്ത് എന്താണ്? ഇസ്സത്ത് നേരത്തെ പറഞ്ഞാൽ അത് തന്നെയാണ് ഇസാസത്ത്. എന്താണ്? അനുവാദം അല്ലെങ്കിൽ അനുമതി. അവരെയും കൂടി വീട്ടിൽ വിടാനുള്ള അനുവാദം കൊടുത്തു. കേണൽ പറഞ്ഞു, ഇദ്ദേഹത്തോടൊപ്പം ബാക്കിയുള്ളവരെയും ആ കവികളെയും അതുപോലെ ആദരവോട് വീട്ടിൽ കൊണ്ടായി കൊടുക്കൂ, എവിടെ നിന്നാണ് നിങ്ങൾ പിടിച്ചുകൊണ്ടെന്ന് അവിടെ കൊണ്ട് തിരിച്ചുവിടൂ എന്ന് പറഞ്ഞു. ഇസ്തര കവിതാക്കെ കാരൻ ഉസ് റോസ് കരീബ് 50 ആദ്മിയോं की जान ബച്ച് ഗയി. അങ്ങനെ ദൈവത്തിൻ്റെ നേരുകൊണ്ട് മനസ്സിൽ തോന്നിയ ഒരു കള്ളമാണ് പറഞ്ഞത്. ഈ മിർസ ഗാലിബ് കവിത എഴുതുമെന്നുള്ള സത്യമാണ്, പക്ഷേ ബാക്കിയുള്ളവർ കവിത എഴുതുന്നവരൊന്നുമല്ല. എങ്കിലും ഒരു കള്ളം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഇസ്തര കവിതാക്കിയേക്കാൻ, അങ്ങനെ കവിത കാരണം, കവിത എന്ന പെൺകൊച്ച കാരണമല്ല, എന്നാണ് കവിത എഴുതുന്നവരാണ് എന്ന് പറഞ്ഞത് കാരണം ഉസ് റോസ് മീൻസ് ഡേ ആൻഡ് ഡെയിലി, ദിവസേന, രണ്ടർത്ഥമുണ്ട്. ആ ദിവസം കരീബ് 50 ആദ്മിയോं की, കരീബ് മീൻസ് ഏകദേശം 50 50, ഏകദേശം 50 ആത്മീയോं की. ആത്മി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനവും ആത്മി തന്നെയാണ്. മനുഷ്യർ, പുരുഷന്മാർ എന്നാണ് ആത്മീയുടെ അർത്ഥം. ഇവിടെ ആത്മീയോं की എന്നാണ്. അപ്പോൾ ആത്മീയോं की മനുഷ്യരുടെ, ആളുകളുടെ. എന്ത് ചെയ്തു? അങ്ങനെ കവിത എഴുതുന്നു എന്ന് പറഞ്ഞത് കാരണം ആ ദിവസം ഏകദേശം 50ഓളം ആളുകളുടെ ജാൻ ബച്ച് ഗയി. ജാൻ മീൻസ് ജീവൻ, ബച്ച് രക്ഷപ്പെടുക, ജാൻ ബച്ച് ഗയി, ജീവൻ രക്ഷപ്പെട്ടു. എൻ്റെ വായിൽ അന്നേരത്തെ അങ്ങനെ ഒരു കള്ളം പറയാൻ തോന്നിയതുകൊണ്ട്, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതാണ് കള്ളം, ആ കള്ളം പറഞ്ഞതുകൊണ്ട് 50 മനുഷ്യരുടെ ജീവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവരെ എന്ത് ചെയ്ത് കൊണ്ടുപോയി ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയനാക്കിയാൽ എന്ത് ശിക്ഷയായിരിക്കും എന്നുള്ളത് നമ്മൾ അടുത്ത പേജിൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത പേജിലേക്ക് നമുക്ക് കടക്കാം. हम गली वालों ने तो किसी तरह अपने प्राण बेच लिए, मगर मैं उन हज़ारों अभागे दिल्ली वालों के बारे में क्या कहूँ, जो हवालत और कैद खाने में बंद कर दिए गए थे. जेल शहर से बाहर दी और हवालत दिल्ली के भीतर, इन दोनों ही जगहों में बेशुमार बेगुनाहों को टूस कर भर दिया गया था. इस कदर भर दिया गया कि लगता था आदमी के भीतर आदमी समाया जा रहा हो, सांस लेने भी दिक्कत हो रही थी. इन दोनों की कैद खानों के बंदियों को बाद में फांसी दे दी गई. नहीं मालूम कितने लाख लोग मार डाले गए. ഇനി ബ്രിട്ടീഷുകാരുടെ ഭീകരമായ ശിക്ഷ നടപടികളെക്കുറിച്ചാണ് ഇതിൽ കാണുന്നത്. ഹം ഗലീവാലോനെ, ഹം ഞങ്ങൾ, നമ്മൾ, നാം. ഗലി എന്ന് പറഞ്ഞാൽ തെരുവ്, ഗലീവാല തെരുവിലുള്ളവർ അല്ലെങ്കിൽ തെരുവിൽ താമസിക്കുന്നവർ. ഞങ്ങൾ തെരുവിൽ താമസിക്കുന്നവർ തോ ആകട്ടെ കിസി തര, ഏതോ തരത്തിൽ അപ്പനെ പ്രാൺ ബജാലിയെ, ഞങ്ങളുടെ പ്രാണൻ രക്ഷപ്പെടുത്തി. എങ്ങനെ? അന്ന് കവിത എഴുതുന്നെന്ന് പറഞ്ഞ ഒരു കാരണം കൊണ്ട് ആ 50ഓളം മനുഷ്യരുടെ ജീവൻ, തെരുവിൽ താമസിക്കുന്ന ആ മനുഷ്യരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മഗർ മൈ ഉൻ ഹസാരവും അഭാഗ്യ ദില്ലി വാലോങ്കെ ബാരമേ ക്യാക്കവും. അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങളോട് ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മഗർ എന്നാൽ മൈംനെ, ഞാൻ എന്ത് ചെയ്യും, ഉൻ ഹസാരവും, ഹസാർ മീൻസ് 1000, ഹസാരവും ആയിരക്കണക്കിന്, തൗസൻഡ്സ് ഓഫ്, ആയിരക്കണക്കിന് അഭാഗേ. ഈ അഭാഗ്യയ്ക്ക് 2 അർത്ഥമുണ്ട്. ഭാഗ്യന എന്ന് പറഞ്ഞാൽ ഓടിപ്പോവുക, അഭാഗ്യ എന്ന് പറഞ്ഞാൽ ഓടിപ്പോകാത്ത എന്നർത്ഥമുണ്ട്. പിന്നെ നിർഭാഗ്യവാന്മാർ എന്നും അർത്ഥമുണ്ട്. ഈ 2 അർത്ഥം ഇവിടെ യോജിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ ആയിരക്കണക്കിന് ഓടിപ്പോകാത്ത അല്ലെങ്കിൽ നിർഭാഗ്യവാന്മാരായ ദില്ലി വാലോങ്കെ ബാരേമേ, ദില്ലി വാല എന്ന് പറഞ്ഞാൽ
ഡൽഹിയിൽ താമസിക്കുന്നവർ. അപ്പോൾ ഡൽഹിയിൽ താമസിക്കുന്ന ആളുകളെക്കുറിച്ച് കെ ബാരേമെ കുറിച്ച് ക്യാ കഹൂ, എന്ത് പറയാൻ. ആ ഓടിപ്പോകാതെ ബാക്കി നിന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, എന്ത് നിർഭാഗ്യവാന്മാരായ ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ട്, ഓടിപ്പോകാത്ത ആളുണ്ട്. അവരെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്. ജോ ഹവാലത്ത് അവർ ഖൈദ് ഖാനമേ ബന്ദ് കർ ദിയേ ഗേ, ആ ഓടിപ്പോകാത്തവരെ പിന്നെ എന്താ ചെയ്തത്? ഇതുപോലെ മിർസ ഗാലിബിനെ പിടിച്ചുകൊണ്ട് പോയതുപോലെ അവരെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി. മിർസ അന്ന് എന്ത് ചെയ്തൊരു കള്ളം പറഞ്ഞെങ്കിലും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കവി എന്നുള്ള കേണൽ ബ്രൗണിന് കവികളുള്ള ആദരവുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ കൂടെയുള്ളവരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഓടിപ്പോകാതെ ഡൽഹിയിൽ ഒരുപാട് ആളുകൾ കിടപ്പുണ്ട്. ആ ആളുകൾക്ക് പിന്നീട് സംഭവിച്ചത് എന്താണ്? അവരെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അവരെ എന്ത് ചെയ്തു? അവർ എന്ത് ചെയ്തു? ഹവാലാത്ത് മീൻസ് തടവ് അല്ലെങ്കിൽ കസ്റ്റഡി. ഹവാലാത്ത് അവർ ഖൈദ് ഖാനേമേം, ഖൈദ് ഖാന എന്ന് പറഞ്ഞാൽ ജയിൽ. അവരെ എന്ത് ചെയ്തു? തടവിൽ കസ്റ്റഡിയിലെടുക്കുകയും അല്ലെങ്കിൽ തടവിലാക്കുകയും അല്ലെങ്കിൽ എന്ത് ചെയ്തു? കുറേ പേരെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തടവിലാക്കുന്നതും അതുപോലെ തന്നെ ജയിലിലടയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. തടവിലാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? തൽക്കാലം അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടയക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടുന്ന് ജാമ്യം എടുത്തോ അല്ലെങ്കിൽ അവിടുന്ന് അവർക്ക് പോലീസുകാരെന്ത് ചെയ്യും? വിടുവിക്കുകയോ ചെയ്യും. പക്ഷേ ഈ ജയിലിലടയ്ക്കാന്ന് പറഞ്ഞാൽ ശിക്ഷ വിധിച്ചാണ് ജയിലിൽ കൊണ്ട് അടയ്ക്കുന്നത്. അതിന് ജയിൽ ശിക്ഷയായിരിക്കും. ചിലപ്പോൾ ഇത് ജയിലിൽ നിന്ന് മറ്റെന്തെങ്കിലും ശിക്ഷ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ശിക്ഷ എന്ത് ചെയ്യും? വേറെ കൊടുക്കും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ഇവിടെ എന്ത് ചെയ്തു? കൃത്യമായിട്ട് ഇവരെ എന്താ ചെയ്തത്? വളരെയധികം അദ്ദേഹത്തിനെ അല്ലെങ്കിൽ ആ മനുഷ്യരെ ചെയ്ത് ഒന്നുകിൽ തടവിലടയ്ക്കുമായിരുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഖൈദ് ഖാന മീൻസ് ജയിലിൽ കൊണ്ടിടുമായിരുന്നു. അങ്ങനെ വളരെയധികം ഗുരുതരമായിട്ട് അവരെ എന്ത് ചെയ്യുന്നു? ദ്രോഹിക്കുമായിരുന്നു. ഇനി ഈ ജയിലൊക്കെ എവിടെയാണെന്ന് നോക്കാം. ജയിൽ ശഹർ സേ ബാഹർദി. ഈ ജയിൽ എന്ന് പറയുന്നത് ഈ ഡൽഹി പട്ടണത്തിൻ്റെ, ശഹർ മീൻസ് പട്ടണത്തിൻ്റെ ബാഹർ മീൻസ് പുറത്ത്. നമ്മൾ വാക്കുകൾ പഠിച്ചാൽ അന്തർ, ഭീതർ, അകത്ത്, ബാഹർ പുറത്ത്. അപ്പോൾ ജയിൽ പട്ടണത്തിൻ്റെ പുറത്തായിരുന്നു. അവർ ഹവാലാത്ത് എന്താണ്? തടവ് മുറി എന്ന് പറയുന്നത് ദില്ലി കെ ഭീതർ, ഡൽഹിയുടെ അകത്തായിരുന്നു, ഉള്ളിലായിരുന്നു, ഡൽഹി പട്ടണത്തിനകത്തായിരുന്നു. ഇൻ ദോനോ ഹി ജഹോമേ, ഈ രണ്ട് സ്ഥലങ്ങൾ, അതായത് ഈ തടവ് മുറികളിലും ജയിലിലും ജോനോഹി രണ്ടിടത്തും തന്നെ ജോനോഹി ജഗോമെ, ജഗ എന്ന് പറഞ്ഞ സ്ഥലം, ജഗോമെ സ്ഥലങ്ങളിൽ, രണ്ട് സ്ഥലങ്ങളിലും തന്നെ ബേശുമാർ എന്ന് പറഞ്ഞാൽ അസംഖ്യം. ഈ ഏത് വാക്കിൻ്റെയും മുന്നിൽ ബേ ചേർത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് വരുന്നത്. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ശുമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയുന്ന, കൗണ്ടബിൾ എന്നാണ് അർത്ഥം, എണ്ണാൻ കഴിയുന്ന. ബേശുമാർ എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ എന്ന് പറയും. എന്താണ്? അസംഖ്യം. സംഖ്യ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അസംഖ്യം. ബേ ഗുനാഹ് കണ്ടോ? ഗുനാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം അപരാധി, തെറ്റ് ചെയ്തവൻ. ബേ ഗുനാഹ് ആണെങ്കിലോ തെറ്റ് ചെയ്യാത്തവൻ, അതായത് നിരപരാധി. അപ്പോൾ ബേ ഗുനാഹ് എന്ന് പറഞ്ഞാൽ നിരപരാധി, ഇന്നസെൻറ്റ്. അപ്പോൾ ഈ എന്ത് ചെയ്തു? രണ്ട് ജയിലുകളിലും, ഈ തടവ് മുറികളിലും ജയിലിലും എന്ത് ചെയ്യുന്നു? അസംഖ്യം നിരപരാധികളായ ആളുകളെ എന്ത് ചെയ്തു? ടൂസ്നെ തിക്കി നിറയ്ക്കുക. ഇനി ആകെ 5 പേർക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ 15 പേരെ നിൽക്കുന്നു. അങ്ങനെ 15 പേര് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഓരോരുത്തരെയും മണ്ടയിലോട്ട് ചേർന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പോനോ കാലോ കയ്യോ അനങ്ങാനോ കഴിയാത്ത രീതിയിൽ ഇല്ല, ഒറ്റ ഇതിൽ നിർത്തിയിരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ നിന്ന് കൈയും കാലം കഴിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ദേഹം തളർന്ന് ചിലപ്പം താഴെ വീഴുമോ? ഇങ്ങനെ നിന്ന് നിൽക്കും. എന്ത് ചെയ്യും? അപ്പോൾ ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ചൂടത്ത് ഇങ്ങനെ ദ്രവിച്ച് അങ്ങനെ കഴിയണം. അത്ര ക്രൂരമായിട്ടുള്ള ഇഞ്ചിഞ്ചായിട്ട് മനുഷ്യൻ ചാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു? ടൂസ്കർ എന്ത് ചെയ്യും? തിക്കി നിറച്ച് ഫർ ദിയാകെ, ഫർന മീൻസ് നിറയ്ക്കുക, തിക്കി നിറച്ച് വച്ചേക്കുമായിരുന്നു. എന്ത് ചെയ്യുന്നു? ഈസ് കദർ ഫർ ദിയാക്കി ലക്തദ ആദ്മി കെ ഭീതർ ആദ്മി സമായ ജരഹാഹോ. എങ്ങനെ? ഇപ്രകാരത്തിൽ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഈ തരത്തിൽ എന്ത് ചെയ്യുന്നു? നിറച്ചു വച്ചിരിക്കുമായിരുന്നു എന്ന് വെച്ചാൽ കദർ മീൻസ് അളവ് എന്നാണ് അർത്ഥം, ക്വാണ്ടിറ്റി. ഈ അളവിലെന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു? ഫർ ദിയാ ഗയ, ഫർന നിറയ്ക്കുക, നിറച്ചു വച്ചിരുന്നു, അല്ലെങ്കിൽ കുത്തി നിറച്ചു വച്ചിരുന്നു. കി ലക്താത, എന്നാൽ ഇങ്ങനെ തോന്നുമായിരുന്നു, ലക്താത തോന്നുമായിരുന്നു. ആദ്മി കെ ഭീതർ, മനുഷ്യൻ്റെ അകത്ത്, ആദ്മി സമായ ജരഹാവോ, മനുഷ്യനെ സമാന മീൻസ് നിറയുക,
സമായാജ നിറച്ചു വച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ മറ്റൊരു മനുഷ്യനെ നിറച്ചു വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവർ നിൽക്കുന്ന ഈ 10-15 പേരും കൂടെ നിൽക്കുന്ന കണ്ടാൽ തോന്നും ആകെ 5 പേരെ നമുക്ക് പുറത്ത് കാണാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, മറ്റുള്ളവരെ ഒന്നിൻ്റെ പുറകെ ചേർന്ന് ഒന്നിനുള്ളിൽ ഒന്നിലായിട്ട് എന്ന പോലെ നിറച്ചു വച്ചിരിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. അത്രയ്ക്ക് ചേർത്താണ് ഈ ആളുകളെ എന്ത് ചെയ്തില്ല, കന്നുകാലികളെ ചന്തയിൽ കൊണ്ടുപോകുമ്പോൾ വണ്ടിയിൽ ചേർത്ത് കെട്ടിയിരിക്കുന്നത് പോലെ ഒരവസ്ഥയായിരുന്നു. സാസ് ലേനേമേ ഭി ദിക്കത്ത് ഹോ രഹി. സാസ് എന്ന് പറഞ്ഞാൽ ശ്വാസം, സാസ് ലേന ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കാൻ പോലും ദിക്കത്ത് മീൻസ് ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ട്, മുഷ്കിൽ എന്നൊക്കെ പറയും. അപ്പോൾ ശ്വാസം എടുക്കാൻ പോലും ഭയങ്കരമായ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ഇൻ ദോനോങ്കി ഖൈദ് ഖാനോമേ, ഈ 2 ഖൈദ് ഖാന ജയിൽ മുറി, ഈ 2 ജയിൽ മുറികളിലും എന്ത് ചെയ്തു, ഡൽഹിക്ക് അകത്തുള്ളതും ഡൽഹിക്ക് പുറത്തുള്ളതുമായ ഈ 2 ജയിൽ മുറികളിലും ബന്ദിയോങ്കോ, അങ്ങനെ ബന്ദി തടവുകാർ, അതിനകത്ത് തടവിലിട്ടിരിക്കുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു, ബാദുമേം പിന്നീട് ഫാസി ദേ ദീ ഗയി ഹെ. ഫാസി ദേന തൂക്കിക്കൊല്ലുക അല്ലെങ്കിൽ തൂക്കുകയർ നൽകുക. ഇവരെ എന്ത് ചെയ്ത് പരസ്യമായി കൊണ്ടുപോയി തൂക്കിക്കൊല്ലും. അതാണ് ചെയ്തത്. അപ്പോൾ പകുതി ജീവൻ എടുത്തതിന് ശേഷമാണ് ഇവനെ തൂക്കിക്കൊല്ലുന്നത്. ഒറ്റയടിക്ക് ഒന്നെങ്കിലും വേണ്ടില്ല. എന്ത് ചെയ്യുന്നു, ജയിലിനകത്തിട്ട് കഷ്ടപ്പെട്ട് ശ്വാസം പോലും കിട്ടാതെ പിടഞ്ഞ് കിടന്ന് അവസാനം കൊണ്ടുവന്ന് എന്ത് ചെയ്യും, അവരെ തൂക്കിക്കൊല്ലുകയും ചെയ്യും. നഹീം മാലും, മിർസ പറയുന്നു, എനിക്കറിയില്ല. കിത്തനെ ലാഖ് ലോക് മാർ ഡാലേഗ, ഇങ്ങനെ എത്ര ലക്ഷം ആളുകളെയാണ് ഇവർ ഇങ്ങനെ കൊന്നു തള്ളിയത്, തൂക്കിക്കൊന്നതെന്ന് എനിക്കറിയില്ല. ഇതുപോലെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതുപോലെ ജയിലിലിട്ട് കൊല ചെയ്തിട്ട് അവസാനം അവരെ തൂക്കിക്കൊല്ലുകയും ചെയ്യും. മിർസ ഒരു കവിയല്ല, അല്ലെങ്കിൽ കവിയെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കവിതയെ ഇഷ്ടപ്പെടുന്ന ആളല്ല. ബ്രൗണിൻ്റെ സ്ഥാനത്ത് വേറെ ഉള്ളൊരു ഓഫീസറായിരുന്നുവെങ്കിൽ മിർസയെയും അദ്ദേഹത്തിൻ്റെ ഈ കൂടെ ഉണ്ടായിരുന്ന 50ഓളം ആളുകളെന്ന് പറഞ്ഞാൽ അവരും എന്ത് ചെയ്തതിന് ഇതുപോലെ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒടുവിൽ എന്ത് ചെയ്യുന്നു, അവരെയും തൂക്കിക്കൊല്ലുമായിരുന്നു. അതുകൊണ്ടാണ് മിർസ പറഞ്ഞത്, അന്നെന്തോ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. പക്ഷേ നിർഭാഗ്യവാന്മാരായ ആളുകളെക്കുറിച്ച് ഞാൻ എന്ത് പറയാം, അവരുടെ അവസ്ഥ ഇതാണ്. അവരെ പിന്നീട് തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ദില്ലി മേ അബ് കുച്ച് ഹി അസാർ ലോക് ബജെ ഹോഗെ. ഇനി ഇപ്പോൾ ഡൽഹിയിലെ അവസ്ഥ പറയുകയാണെങ്കിൽ ഡൽഹിയിൽ അബ് മീൻസ് അബ് ഇപ്പോൾ, തബ് അപ്പോൾ, കബ് അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അബ് ഇപ്പോൾ, കുച്ച് ഹി അസാർ ലോക് കുറച്ച് 1000 ആളുകൾ മാത്രമേ ബജെ ഹോങ്കി രക്ഷപ്പെട്ടിട്ടുണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു അനുമാനമാണ്, കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ബജെ ഹോങ്കി രക്ഷപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ട് തൂക്കി കൊന്നിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ രക്ഷപ്പെട്ട് ബാക്കി ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ പേരും അംഗ്രേസോങ്കോ ഗുസ്സേക്ക ശിക്കാർ ഹോഗെ. അംഗ്രേസ് മീൻസ് ബ്രിട്ടീഷുകാരുടെ ഗുസ മീൻസ് ദേഷ്യം അല്ലെങ്കിൽ കോപം. ബ്രിട്ടീഷുകാരുടെ കോപത്തിന് ശിക്കാർ ഹോഗെ. ശിക്കാർ മീൻസ് ഇര. ബ്രിട്ടീഷുകാരുടെ കോപത്തിന് ഇരയായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവരെ കൊന്നൊടുക്കിയിട്ടുണ്ടാവും. ബജെ സിർഫ് ബേ. ഇനി രക്ഷപ്പെട്ടതാരാണ്, ബജിന രക്ഷപ്പെടുക, സിർഫ് വെറും, വേ അവർ രക്ഷപ്പെട്ടത് വെറും അവർ മാത്രമാണ്. ആര്, ജോ ദില്ലി സെ ഭാഗെ, ആരാണോ ഡൽഹിയിൽ നിന്നും ഓടിപ്പോയത് അവർ മാത്രം രക്ഷപ്പെട്ടു. ആ കലാപം തുടങ്ങിയ സമയത്ത് ബ്രിട്ടീഷുകാർ വീടുകളെല്ലാം കത്തിക്കുകയും കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ആ സമയത്ത് ജീവനും കൊണ്ട് ഓടിപ്പോയ കുറേ ആളുകളുണ്ട്. അവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഒന്നുമില്ലെങ്കിൽ അവർക്ക് ജീവനെങ്കിലും കിട്ടിയല്ലോ. ഈ ലോക് കുഷ് കിസ്മത്ത്. മിർസ പറയുന്നു, ആ ഓടിപ്പോയ ആളുകൾ സത്യം പറഞ്ഞാൽ കുഷ് കിസ്മത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഭാഗ്യം. കുഷ് എന്ന സന്തോഷവും ഭാഗ്യവും കൂടി ചേർത്ത് പറയുമ്പോൾ സൗഭാഗ്യം എന്നാണ്. അപ്പോൾ കുഷ് കിസ്മത്തിൻ്റെ ചേർത്തുള്ള അർത്ഥം സൗഭാഗ്യമുള്ളതെന്നാണ്. ആ ഓടിപ്പോയ ആളുകൾ നല്ല സൗഭാഗ്യമുള്ളവരാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം, ഒന്നുമില്ലെങ്കിലും അവരുടെ ജീവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ അല്ലേ. അവർ ഓടിപ്പോയാലും അവരും കൂടെ ഇവിടെ ഇരുന്നെങ്കിലോ, വർണ്ണ അല്ലായിരുന്നെങ്കിൽ ഉന്നയും ഭീ അവരെയും കൂടി എന്ത് ചെയ്യുമായിരുന്നു, ഫാസി ദേ ദീ ജാത്തി അവരെയും തൂക്കിക്കൊല്ലുമായിരുന്നു. ഇതുപോലെ പിടിച്ചുകൊണ്ടുപോയി എന്ത് ചെയ്തു, ജയിലിലിട്ട് പെടാപ്പാടുപെടുത്തിയിട്ട് ഒടുവിൽ അവരെയും തൂക്കിക്കൊല്ലുമായിരുന്നു. ദില്ലി മേ രഹ്നാഹി ഉൻ ദിനോ മാനോ അപരാധ് ഹോ ഗയാത്. ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ താമസിക്കുന്നത് തന്നെ ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ അന്ന് തെറ്റാണ്. ഡൽഹിയിൽ ഇന്ത്യക്കാർ താമസിക്കാൻ പാടില്ല, അവർ വിട്ടുപോകണം എന്നാണ് പറഞ്ഞത്. ജനിച്ച മണ്ണ് വിട്ടുപോകണമെന്ന് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെടുന്നു. എന്തൊരു ഗതികേടാണെന്ന് നോക്കൂ. ദില്ലി മേ രഹ്നാഹി, ദില്ലി മീൻസ് ഡൽഹിയിൽ രഹ്നാഹി താമസിക്കുന്നത് തന്നെ ഉൻ ദിനോം ആ ദിവസങ്ങളിൽ മാനോ കണക്കാക്കൂ, വിചാരിക്കൂ എന്നൊക്കെ ഇങ്ങനെ എന്താണ്, അപരാധ് ഹോ ഗയാഥ, ഒരു തെറ്റായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഡൽഹിയിൽ ആ സമയത്ത് താമസിക്കുന്നത് പോലും തെറ്റായിട്ടാണ്
ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് അവർ പിടിച്ചുകൊണ്ടുപോയി ദേഹോപദ്രവം അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കുന്നത്. അത്തരത്തിൽ ക്രൂരമായ ബ്രിട്ടീഷുകാരുടെ നടപടികളാണ് നമ്മൾ ഈ പാഠത്തിൽ കാണുന്നത്. പാഠം നന്നായി വായിക്കണം. ഈ പറഞ്ഞ വാക്കുകളുടെ എല്ലാം മീനിങ് എന്ത് ചെയ്യണം, നിങ്ങൾ ബുക്കിൽ എഴുതി വയ്ക്കുകയും വേണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.